ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 22 ഞായറാഴ്ചയാണ് ഈ പ്രാവശ്യത്തെ ഷഷ്ടി വരുന്നത്. ഫെബ്രുവരി മാസത്തിലെ ഷഷ്ടിയെ നമ്മൾ ശീതള ഷഷ്ടി എന്നാണ് പറയുന്നത്. വൃശ്ചികത്തിലെ സൂര്യഷഷ്ടി, തുലാമാസത്തിൽ വരുന്ന സ്കന്ദഷഷ്ടി എന്നിവ പോലെ തന്നെ ഭഗവാൻ മുരുകന് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ് കുംഭമാസത്തിൽ വരുന്ന ശീതള ഷഷ്ടി എന്ന് പറയുന്നത്. ഈ പ്രാവശ്യത്തെ ഷഷ്ടി തിഥിയുടെ ആരംഭം ഫെബ്രുവരി 22 ഞായറാഴ്ച രാവിലെ 11:01 ആരംഭിച്ച് പിറ്റേ ദിവസം ഫെബ്രുവരി 23 തിങ്കളാഴ്ച രാവിലെ 9:09 അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഷഷ്ടി വ്രതമെടുക്കുന്നവരൊക്കെ ഞായറാഴ്ചയാണ് വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. അപൂർവം ചില ക്ഷേത്രങ്ങളിൽ തിങ്കളാഴ്ച, അതായത് 23-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. അന്ന് കുംഭമാസത്തിലെ ഭരണിയും കൂടി ആയതുകൊണ്ട് മിക്കവാറും ക്ഷേത്രങ്ങളിൽ അങ്ങനെ ആചരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ എപ്പോഴാണോ ഫെബ്രുവരിയിലെ ഷഷ്ടി ആഘോഷിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് വ്രതമെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. അന്നത്തെ ദിവസം വ്രതമെടുക്കേണ്ടുന്ന രീതി എല്ലാവർക്കും അറിയാം. പഞ്ചമി തിഥിയിൽ നമ്മൾ ഒരു നേരം, അതായത് ശനിയാഴ്ച ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക. പിറ്റേ ദിവസം നമുക്ക് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് അവിടുന്ന് പച്ചരി ചോറ് കിട്ടും, അത് കഴിക്കാം. അങ്ങനെയല്ലെങ്കിൽ വീട്ടിൽ പച്ചരി വേവിച്ച് തൈരുമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഷഷ്ടി വ്രതമെടുക്കുന്ന ചിലരൊന്നും ഉപ്പ് ചേർക്കാതെയാണ് ആഹാരം കഴിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ഫോളോ ചെയ്യുന്നത് ആ രീതിയിൽ കഴിക്കാം. ചില ക്ഷേത്രങ്ങളിൽ ഉപ്പില്ലാത്ത ഭക്ഷണം തരാറുണ്ട്, ചിലയിടങ്ങളിൽ നമുക്ക് ഉപ്പ് ചേർത്തിട്ടുള്ള ഭക്ഷണമാണ് തരുന്നത്. സാക്ഷാൽ പാർവതീ ദേവിയെയാണ് ശീതളാദേവിയായി പറയുന്നത്. അതായത് അമ്മയുടെ അവതാരമാണ് ശീതളാദേവി. അന്നത്തെ ദിവസം ശിവപാർവതി പരിണയം നടന്ന ദിവസമാണെന്നും പറയാറുണ്ട്. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും സർപ്പദോഷശാന്തിക്കും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും സന്താന ലാഭത്തിനും രോഗങ്ങൾ മാറാനും ദാമ്പത്യ സൗഖ്യത്തിനും ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനും ചൊവ്വാദോഷം, അതേപോലെ നമുക്ക് സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറാനുമൊക്കെ ഷഷ്ടി വ്രതമെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മുടെ മക്കളുടെ ഉയർച്ചയ്ക്കും ശ്രേയസ്സിനും വേണ്ടി നമ്മൾ ഷഷ്ടിവ്രതം എടുക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ചൊവ്വായുടെ ദേവതയാണ് സുബ്രഹ്മണ്യ ഭഗവാൻ. അതുകൊണ്ടാണ് നമ്മൾ ചൊവ്വാ ദോഷം മാറാൻ ഭഗവാൻ മുരുകനെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്നതിന് പിന്നിലെ കാരണം. 1 or 2 ഷഷ്ടി എടുത്തിട്ടൊന്നും കാര്യമില്ല. തുടർച്ചയായി നമ്മളൊരു 6 or 7 ഷഷ്ടി എടുക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം നമുക്ക് അറിയുന്നത്. പ്രത്യേകിച്ചും മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഷഷ്ടിവ്രതം എടുത്താൽ തീർച്ചയായും അത് അവരുടെ ഭാവിയിലോട്ടുള്ള ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. വ്രതമെടുക്കുന്ന ദിവസം വീടിനടുത്തുള്ള മുരുകക്ഷേത്രം തീർച്ചയായും സന്ദർശിക്കാൻ ശ്രമിക്കണം. അന്നത്തെ ദിവസം നമ്മൾ സ്തോത്രങ്ങൾ പാരായണം ചെയ്ത് ഉച്ചപൂജയുടെ നിവേദ്യം കഴിച്ച് അന്ന് വൈകുന്നേരം ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ച് പിറ്റേ ദിവസം രാവിലെ, അതായത് സപ്തമിയുടെ അന്ന് രാവിലെ ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം കുടിച്ചാണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അതനുസരിച്ച് മാത്രമേ നമ്മൾ വ്രതമെടുക്കാൻ പാടുള്ളൂ. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ ഈ വിധം തന്നെ വ്രതമെടുത്ത് ഭക്ഷണം കഴിച്ച് തുളസിയിലിട്ട ജലം സേവിച്ച് നമുക്ക് നമ്മുടെ വ്രതം പിറ്റേ ദിവസം അവസാനിപ്പിക്കാവുന്നതുമാണ്. അതേപോലെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഷഷ്ടി ദിവസങ്ങളിലും ചൊവ്വാഴ്ചകളിലും ഭഗവാൻ മുരുകന് നമ്മൾ ക്ഷേത്രത്തിൽ അഭിഷേകം നടത്തുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണെന്നുള്ളത്. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് തന്നെ അഭിഷേകമാണ്. പാല്, പനിനീര്, എണ്ണ, നെയ്യ്, തൈര്, പഞ്ചാമൃതം, ഇളനീര്, ഭസ്മം ഇവയൊക്കെ കൊണ്ടാണ് സാധാരണയായി ക്ഷേത്രങ്ങളിൽ അഭിഷേകം നടത്തുന്നത്. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ അഭിഷേകം എന്ന് പറയുന്നത് പഞ്ചാമൃത അഭിഷേകമാണ്. പഴം, കൽക്കണ്ടം, നെയ്യ്, ശർക്കര, മുന്തിരി എന്നിവ ചേർത്തുണ്ടാക്കുന്ന പഞ്ചാമൃതം ആഗ്രഹ സാഫല്യമാണ് നമുക്ക് തരുന്നത്. പനിനീര് കൊണ്ട് അഭിഷേകം നടത്തിയാൽ മനസ്സുഖവും, പാല്, നെയ്യ്, ഇളനീർ ഇവ കൊണ്ട് അഭിഷേകം നടത്തിയാൽ രോഗശാന്തിയും ഒപ്പം തന്നെ ആഗ്രഹ സാഫല്യവുമാണ് ഫലമായിട്ട് പറയുന്നത്.
ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് പാലഭിഷേകം മക്കളുടെ പേരിൽ നടത്താവുന്നതാണ്. അവർക്കത് ലൈഫിൽ ഉയർച്ചയുണ്ടാകാൻ സഹായിക്കും. അതിൽ തന്നെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമുള്ള അഭിഷേകങ്ങളും നമുക്ക് ഭഗവാന് ചെയ്യാവുന്നതാണ്. അതേപോലെ മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജ്യോതി സ്വരൂപനാണ് ഭഗവാൻ മുരുകനെന്ന്. അതായത് അഗ്നിസ്വരൂപം. അഗ്നിസ്വരൂപനാണ് കുജൻ എന്നതുകൊണ്ടും നമ്മൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുന്നത്, എണ്ണ, നെയ്യ് ഇവ സമർപ്പിക്കുന്നതും നെയ്വിളക്ക് സമർപ്പിക്കുന്നതുമൊക്കെ വളരെ ഉത്തമമാണ്. നിങ്ങൾക്കിപ്പം ചൊവ്വ ജാതകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, ചൊവ്വ നീചത്തിലാണ്, ചൊവ്വ ദോഷമുണ്ടെങ്കിലൊക്കെ തുടർച്ചയായിട്ട് ഈ ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യത്തെ ശീതള ഷഷ്ഠിക്ക് നമ്മൾ ഭഗവാന് മുരുകന് മുൻപിൽ വെക്കേണ്ടുന്ന പ്രാർത്ഥന എന്താണെന്നും എന്ത് മന്ത്രം ചൊല്ലണമെന്നും നമുക്ക് നോക്കാം. ഷഷ്ഠി തിഥി തുടങ്ങി അവസാനിക്കുന്നതിന് മുൻപ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാം. എന്നാൽ തന്നെയും ശീതള ഷഷ്ഠി എന്ന് നമ്മൾ കണക്കാക്കുന്ന ഞായറാഴ്ച 11 മണി മുതൽ രാത്രി 9:30 ഉള്ളിൽ ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഭഗവാന്റെ വിഗ്രഹം, അതേപോലെ വേല് അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും അഭിഷേകം ചെയ്യണം. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ അത് നന്നായി തുടച്ച് ഭഗവാന് പൊട്ടൊക്കെ വെക്കണം. ഫോട്ടോയാണെങ്കിലും തുടച്ച് പൊട്ടൊക്കെ വെക്കണം. റോസ് വാട്ടറിൽ മുക്കി അതുകൊണ്ട് നമ്മൾ തുടച്ച് അതിൽ നമ്മൾ മഞ്ഞൾ കുങ്കുമം പൊട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം ഭഗവാന് നല്ല ചുമന്ന കളറിലെ പൂക്കൾ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കണം. ചുമന്ന കളർ പൂക്കൾ കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പുഷ്പങ്ങൾ എന്താണോ അതൊക്കെ കൊണ്ട് ഭഗവാന്റെ ഫോട്ടോ, വിഗ്രഹം, വേലൊക്കെ നന്നായിട്ട് അലങ്കരിച്ചതിന് ശേഷം ഭഗവാന് മുൻപിൽ 6 വെറ്റില വെക്കണം. നല്ല ശുദ്ധമായ ഫ്രഷായ കീറലുകളോ കുത്തലുകളോ ഒന്നുമില്ലാത്ത 6 വെറ്റില എടുത്ത് അത് നന്നായിട്ട് കഴുകി ആ വെള്ളം തുടച്ചു മാറ്റിയിട്ട് അതിൻ്റെ ആ കാമ്പ് ഭാഗം നുള്ളിക്കളഞ്ഞ് ഭഗവാന് മുൻപിൽ നമ്മൾ വെക്കണം. ഒറ്റ നിരയായിട്ട് വേണം വെക്കാനായിട്ട്. സാധാരണ വെറ്റില ദീപം കൊളുത്തുന്നത് പോലെ ഒന്നിനു മുകളിൽ ഒന്നായിട്ടല്ല, ഒറ്റ നിര. അതായത് ഒരു വെറ്റില അതിനോട് ചേർത്ത് അടുത്ത വെറ്റില, അങ്ങനെ ഒരു നിരയായി 6 വെറ്റിലകൾ നമ്മൾ വെക്കണം. വെറ്റിലയുടെ ആ തുമ്പ് ഭാഗം കിഴക്കോട്ട് നോക്കി വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഓരോ വെറ്റിലയുടെയും പുറത്തായിട്ട് 6 ദീപങ്ങളും നമ്മൾ കൊളുത്തണം. മൺവിളക്കോ ബ്രാസിൻ്റെ വിളക്കോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് 6 എണ്ണം എടുത്ത് കിഴക്കോട്ട് നാളം വരുന്ന രീതിയിൽ നമ്മൾ 6 ദീപങ്ങൾ കൊളുത്തുക. നെയ്യ് ഒഴിച്ച് കൊളുത്തുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. നെയ്യ് കിട്ടാനില്ലാത്തവർ മാത്രം നിങ്ങൾ നല്ലെണ്ണ ഒഴിക്കാവുന്നതാണ്. 6 ദീപങ്ങൾ ഭഗവാന് മുൻപിൽ കൊളുത്തിയതിന് ശേഷം നമ്മൾ 6 ഗ്രാമ്പൂ എടുത്ത് വലത്തേ കയ്യിൽ പിടിച്ച് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം 6 പ്രാവശ്യം ചൊല്ലിയിട്ട് നിങ്ങളുടെ ആഗ്രഹം, സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം എന്താണോ ആ ഒരാഗ്രഹം ഭഗവാനോട് മനസ്സിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം ഓരോ ദീപത്തിലും ഓരോ ഗ്രാമ്പൂ ആയിട്ടിടുക. നല്ല ഫ്രഷായിട്ടുള്ള പൂവോടുകൂടിയ ഗ്രാമ്പൂ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ വെറ്റില കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വെറും 6 ദീപങ്ങൾ മാത്രം കൊളുത്തിയാൽ മതിയാവും. നമ്മളുടെ ആഗ്രഹം ആ ഒരു ഗ്രാമ്പുവിനോട് നമ്മൾ പറഞ്ഞിട്ടാണ് ആ ഗ്രാമ്പു കത്തിച്ചു നിൽക്കുന്ന ആ ഒരു ദീപത്തിനുള്ളിലോട്ട് നമ്മൾ ഇടുന്നത്, അതായത് ആ നെയ്ക്കകത്തോട്ട്. അതിനുശേഷം ഭഗവാനുള്ള നിവേദ്യം സമർപ്പിക്കണം. പഞ്ചാമൃതം, തേന്, ശർക്കര, കൽക്കണ്ടം, പഴം, എന്തെങ്കിലും ഫ്രൂട്ട്സ്, നട്ട്സ്, അങ്ങനെ അല്ലെങ്കിൽ പായസം, നിങ്ങൾക്ക് എന്താണോ ഭഗവാന് സമർപ്പിക്കാൻ സാധിക്കുന്നത് അത് സമർപ്പിച്ചാൽ മതിയാവും. അത് സമർപ്പിച്ചതിന് ശേഷം ഈ ഒരു മന്ത്രം അവിടെ ഇരുന്ന് 16 പ്രാവശ്യം ജപിക്കുക. മന്ത്രം ഇതാണ്: ഓം റൂം സ്കന്ധായ നമ. ഓം റൂം സ്കന്ധായ നമ. ഭഗവാൻ സ്കന്ദൻ്റെ മൂലമന്ത്രമാണിത്. ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് 16 പ്രാവശ്യം നമ്മളിത് ജപിക്കണം. ജപശേഷം അവിടെ ഇരുന്ന് ധൂപദീപാരതിയൊക്കെ കാണിച്ച് നമുക്ക് എഴുന്നേൽക്കാവുന്നതാണ്. എഴുന്നേറ്റിട്ട് അന്നത്തെ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നവർ, അല്ലെങ്കിൽ നിങ്ങൾ വെളിയിൽ പോകുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരു പിടി തുവരപ്പരിപ്പ് ദാനമായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കണം.
അതിപ്പോൾ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യും സെർവൻസിനാവാം, അങ്ങനെ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ്. നിങ്ങൾ വെളിയിൽ പോയി അന്നദാനം ചെയ്യുന്നുണ്ടെങ്കിൽ ആ അന്നദാനം ചെയ്യുന്ന ആൾക്ക് അന്നദാനത്തിനോടൊപ്പം തന്നെ കുറച്ച് പരിപ്പും കൂടി വാങ്ങിച്ചു കൊടുക്കാം. അറിയാവുന്ന ഏതെങ്കിലും അനാഥാലയമുണ്ടെങ്കിൽ അവിടോട്ട് തുവരപ്പരിപ്പ് വാങ്ങിച്ചു കൊടുക്കാം. ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളവർ ഭഗവാൻ മുരുകനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഒരു ചെറിയ കവറിലോട്ട് നിങ്ങൾ ഒരു പിടി പരിപ്പെടുത്ത് മാറ്റി വെച്ചിരിക്കുക. അതിനോടൊപ്പം നിങ്ങൾ എപ്പോഴാണോ വെളിയിൽ പോയി ആർക്കെങ്കിലും ദാനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ആ കൂടെ കുറച്ച് പരിപ്പും മറ്റെന്തെങ്കിലും വസ്തുക്കളും കൂടെ വാങ്ങിയിട്ട് അടുത്ത ഷഷ്ടി, അതായത് മാർച്ച് മാസത്തിൽ വരുന്ന ഷഷ്ടിക്ക് മുൻപായിട്ട് ആർക്കെങ്കിലും ദാനം കൊടുക്കണം. അപ്പം നമ്മൾ ആ സമയത്ത് ദാനം കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് എടുത്ത് പരിപ്പ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യാനോ വെറുതെ കളയാനോ പാടുള്ളതല്ല. അത് ശ്രദ്ധിച്ചോണം. ഇത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിഷമം എന്താണെങ്കിലും പ്രശ്നങ്ങൾ എന്താണെങ്കിലും വേദന എന്താണെങ്കിലും അതിനൊരു പരിഹാരം ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നതാണ്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.